ഡോക്ടർ മോഹൻ വർഗീസ്, നോക്കൂ, സ്വാതന്ത്ര്യത്തിൻ്റെ സമരചരിത്രത്തിൻ്റെ ഏടുകളിൽ തപ്പി നോക്കിയാൽ സംഘടിതമായ സംഘപരിവാറിൻ്റെ പോരാട്ടം ഒരു നിലയിലും നമുക്ക് കാണാൻ കഴിയില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഊർജ്ജത്തെ കെടുത്തുന്ന പ്രസ്താവനകൾ ഈ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അത് ഗോൾവാൾക്കറുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്, സവർക്കറുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്, ശ്യാമപ്രസാദ് മുഖർജിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഊർജ്ജം ചോർത്തിക്കളഞ്ഞവർ, സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൃത്യമായ ഈടുവെപ്പുകൾ നൽകാൻ ഒന്നുമില്ലാതിരുന്നവർ, ഇപ്പോൾ അംബേദ്കറിനെയും സർദാർ പട്ടേലിനെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിനെയും ഒക്കെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ അഥവാ സ്വാംശീകരിക്കാൻ ഒരു ശ്രമം നടത്തുന്നതിനിടയിലാണ് അതും ഫലവത്താകുന്നില്ല എന്ന് കാണുന്നൊരു ഘട്ടത്തിലാണോ ഇനി എന്നാൽ പിന്നെ ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കഥ തന്നെ നമുക്കങ്ങ് റദ്ദ് ചെയ്തേക്കാം, പുതിയ കഥ എഴുതി തുടങ്ങാം, അത് ജനുവരി 22 മുതൽ ഒരു പുതിയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കഥ, ഒരു സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ കഥ എഴുതി തുടങ്ങാം എന്ന് കരുതുകയാണോ RSS ചെയ്യുന്നത്? ഡോക്ടർ മോഹൻ വർഗീസ്, സ്വന്തമായി ഒന്നുമില്ലാത്തത് കൊണ്ട് ഒരു പുതിയ കഥ സ്വന്തമായി എഴുതാൻ ശ്രമിക്കുകയാണോ അവർ? ഡോക്ടർ അരുൺ, ഒരു പുതിയ സ്വാതന്ത്ര്യ ഗാഥ എഴുതാനുള്ള തിരക്കിലാണോ രാഷ്ട്രീയ സ്വയം സേവക് സംഘം, അതിന്റെ സർസംഘാലകായ മോഹൻ ഭാഗവതും? ഇതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. ഇവിടെ സ്വാതന്ത്ര്യത്തെ പല സമയത്തായി പലരും പല രീതിയിൽ കണ്ടിട്ടുണ്ട്. ഇതൊരു സങ്കല്പമാണ്. സ്വാതന്ത്ര്യം എന്നത് ഒരു സങ്കല്പമാണ്, ഒരു അനുഭവമാണ്. പക്ഷേ അതിന്റെ മൂർത്തിമത് ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന തന്നെയാണ്. ഭരണഘടനയിൽ വ്യക്തമായി പറയുന്ന സോവറിൻറ്റി, സോവറിൻ, അതാണ് പ്രിയാമ്പിളിന്റെ ആദ്യ വാക്ക്, സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അതിൽ സോവറിൻറ്റിയുടെ ഒരു ഡയമെൻഷനാണ് ഇന്റേണലി സുപ്രീം ആൻഡ് എക്സ്റ്റേണലി ഇൻഡിപെൻഡന്റ്. അപ്പൊ നമ്മളൊരു തുച്ഛമായ അർത്ഥത്തിൽ ബാഹ്യമായ സ്വാതന്ത്ര്യം മറ്റ് രാജ്യങ്ങളിൽ നിന്നും, അതായത് ബ്രിട്ടനിൽ നിന്നും അല്ലെങ്കിൽ കൊളോണിയൽ അധിനിവേശത്തിൽ നിന്നും, കൊളോണിയൽ ഭരണത്തിൽ നിന്നുമുള്ള വീണ്ടെടുപ്പ് സ്വാതന്ത്ര്യം എന്ന പരിമിതമായ അർത്ഥത്തിൽ മാത്രമാണ് നമ്മൾ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കുന്നത്. പക്ഷേ വിവിധ സമയങ്ങളിലായി മോഹൻ ഭാഗവത് മാത്രമല്ല പല ആളുകളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് നോക്കുകയാണെങ്കിൽ, ഹൗ ഫാർ ആർ വി ഇൻഡിപെൻഡന്റ്, ഹൗ മച്ച് ഇൻഡിപെൻഡൻസ് ഡു വി എൻജോയ്? നമ്മൾ ഇവിടെ തന്നെ ആഭ്യന്തരമായി നമ്മുടെ സാമൂഹികമായ പലതരത്തിലുള്ള വിവേചനങ്ങളും പാർശ്വവൽക്കരണവും ഉണ്ടല്ലോ. അത് സ്വാതന്ത്ര്യത്തിന്റെ അനുഭവത്തെ അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് പര്യാപ്തമാവില്ലല്ലോ എന്ന ചിന്തയുണ്ട്. അത് വ്യാപകമായിട്ടുണ്ട്. മാത്രമല്ല, ഡൽഹി ജവഹർലാൽ നെഹ്റു ക്യാമ്പസിൽ വെച്ച് ആസാദി എന്ന മുദ്രാവാക്യം, കനയ്യ കുമാർ ഉയർത്തിയ ആസാദി എന്ന മുദ്രാവാക്യം എത്രത്തോളം ദേശദ്രോഹപരമാണ് എന്ന രീതിയിലുള്ള നറേറ്റീവ് വന്നത് നമ്മൾ മറന്നുപോയി കാണില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒപ്രഷൻ, ഒരു ഗവൺമെന്റിന്റെ ഭാഗത്ത് നടക്കുന്ന ഒപ്രഷൻ, അതും സ്വാതന്ത്ര്യത്തിന്റെ ലംഘനം തന്നെയാണ്. അപ്പോൾ വൈദേശിക ആധിപത്യത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന തുച്ഛമായ അർത്ഥം മാത്രം എടുത്താൽ മതിയോ, അതോ ആഭ്യന്തരമായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പരമാധികാരത്തിന്റെ അനന്തമായ സാധ്യതകൾ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പരിധിയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമോ? ആ ഒരു അന്വേഷണം ഒരു പടി കൂടി കടന്നാണ് ശ്രീ മോഹൻ ഭാഗവത് ഇന്ന് അവിടെ നടത്തിയിരിക്കുന്ന പ്രസ്താവന. കാരണം അത് നാഗ്പൂരിൽ വെച്ചല്ല, മറിച്ച് ഇൻഡോറിൽ, മധ്യപ്രദേശിലെ ഇൻഡോറിൽ വെച്ച് ഒരു സ്വകാര്യ ചടങ്ങിൽ വെച്ച് നടത്തിയ പരാമർശമാണ്. ഇവിടെ നോക്കൂ, സ്വാതന്ത്ര്യത്തിന് ഒരു പ്യുവർ പൊളിറ്റിക്കൽ നറേറ്റീവിന് പകരം ഒരു കൾച്ചറൽ നറേറ്റീവ് കൊടുക്കുകയാണ്. 5000 വർഷത്തെ ഇന്ത്യയുടെ സംസ്കാരം, ആ ഭാരതീയ സംസ്കാരത്തിൽ ശ്രീരാമനും ശ്രീകൃഷ്ണനും മഹാവിഷ്ണുവും എല്ലാമുണ്ട്, അത് പരമശിവനും എല്ലാമുണ്ട്. അപ്പൊ ആ ഒരു ദർശനം, അതിന്റെ പിന്നിൽ വരുന്ന ഒരു ആത്യന്തികമായി വന്നൊരു ഒരു ഘടനയാണ് ഭരണഘടന. ആ ഭരണഘടനയുടെ സ്പിരിറ്റ് തന്നെ സെക്യുലർ സ്പിരിറ്റ് ആണ് ഭരണഘടന. ഹിന്ദു തന്നെ സെക്യുലറാണ്. ഹിന്ദു രാജ്യം അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ, ഹിന്ദുക്കൾ അധിവസിക്കുന്ന ഹിന്ദുസ്ഥാൻ, അതിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ഹിന്ദു എന്ന വിശാലമായ, സിന്ധു നദിയുടെ കിഴക്ക് താമസിക്കുന്ന മഹാജനസാമാന്യം എന്ന രീതിയിൽ ഒരു വിശാലാർത്ഥത്തിലൊക്കെ പല ആവർത്തി RSSന്റെ ഭാഗത്തുനിന്നും സംഘപരിവാർ ശക്തികളുടെ ഭാഗത്തുനിന്നും വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് കുറച്ചുകൂടി ഒരു സ്ഥിരീകരണം കൊടുക്കുകയും പ്രാണപ്രതിഷ്ഠ നടന്ന ജനുവരി 22, അതിന്റെ ഈ വർഷം അത് 11-ാം തീയതിയാണ്, ജനുവരി 11-ാം തീയതിയാണ്. കലണ്ടർ, പിന്നെ ഈ ഗ്രിഗറിയൻ കലണ്ടറെ നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോൾ നോക്കുമ്പോൾ, നാളനുസരിച്ച് നോക്കുമ്പോൾ 11-ാം തീയതിയാണ് കഴിഞ്ഞിരിക്കുന്നു. ആ ദിവസം പരിപാവനമായ ദിവസമാണ്. ആ ദിവസമാണ് പ്രാണപ്രതിഷ്ഠ നടക്കേണ്ടത്. അന്ന് നടന്നിരിക്കുന്നു. അതാണ് ഒരു പക്ഷേ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവം എന്ന് പറയുമ്പോൾ
അത് ഏത് രീതി ഒരു കൾച്ചറൽ നറേറ്റീവാണ്. അതൊരിക്കലും ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് അല്ല. അതൊരു സാംസ്കാരിക, ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതചര്യയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സാംസ്കാരിക നറേറ്റീവാണ്. അതിന് തക്ക രീതിയിൽ ഇന്ത്യയുടെ ബഹുല സംസ്കാരമുള്ള ഇന്ത്യയുടെ മനസ്സ് ആ ഒരു കൾച്ചറൽ നറേറ്റീവിനെ സ്വീകരിക്കാൻ തക്ക രീതിയിൽ പരുവപ്പെട്ടു വന്നിട്ടുണ്ടോ എന്നതാണ് ഇവിടുത്തെ കാതലായ ചോദ്യം. അതുകൊണ്ട് ശ്രീ മോഹൻ ഭാഗവത് ഒരു വലിയ ഡിബേറ്റിന് തുടക്കം കുറിച്ചിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാംസ്കാരിക ആഖ്യാനം നൽകുക വഴി രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമരത്തിലുള്ള ആളുകളെയും അവരുടെ സംഭാവനകളെയും റദ്ദാക്കാൻ കഴിയും. ഒരു ചരിത്രത്തെ തന്നെ തമസ്കരിക്കാനുള്ള ഒരു സാധ്യത എന്ന വണ്ണം അതിനെ ഉപയോഗിക്കാനും സാധിക്കും. Debate with Dr. Arun Kumar.